Bruno. He came from Sporting like Cristiano. He goes left, he goes right, make defenses look shite. He's our Portuguese Magnifico. Bruno. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണുന്ന എല്ലാവർക്കും അറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം ഇപ്പം ഒരു വൺ മാൻ ഷോയാണ്. ആ വൺ മാൻ ഷോയുടെ പേരാണ് ബ്രൂണോ ഫെർണാണ്ടസ്. ഇന്നത്തെ മത്സരത്തിലും ബ്രൂണോ ഫെർണാണ്ടസിന് 2 അസിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ 2 അസിസ്റ്റോടെ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പം ഈ സീസണിൽ 16ാമത്തെ അസിസ്റ്റിൽ എത്തി നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുള്ള തിയറി ഒൺറിക്കും അതുപോലെ തന്നെ കെവിൻ ഡിബ്രോയിനയ്ക്കും അടുത്തേക്ക് പയ്യെ നടന്ന് മന്ദം ബ്രൂണോ ഫെർണാണ്ടസ് വരുന്നു. അവർക്കൊക്കെ 20 അസിസ്റ്റാണുള്ളത്. ഇനിയിപ്പം 5 അസിസ്റ്റും കൂടെ ബാക്കിയുള്ള മത്സരങ്ങളിൽ ബ്രൂണോ നേടുകയാണെങ്കിൽ ആ റെക്കോർഡ് ബ്രൂണോയ്ക്ക് സ്വന്തം. അതുമാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ 2 അസിസ്റ്റ് നേടി, അങ്ങനെ ടോട്ടൽ 16 അസിസ്റ്റ് ആയപ്പോഴത്തേനും ഒരു സീസണിൽ, ഒരു പ്രീമിയർ ലീഗ് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയർ നേടുന്ന ഏറ്റവും കൂടുതൽ അസിസ്റ്റിൻ്റെ റെക്കോർഡ് അത് 15 ആയിരുന്നു. അത് ഡേവിഡ് ബെക്കാമിൻ്റെ പേരിലായിരുന്നു. അതിനെ തകർത്തിട്ടുണ്ട് ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ്. അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൂട്ടത്തിൽ 100 അസിസ്റ്റും 100 ഗോളുകളും സ്കോർ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറി. അതും വെയിൻ റൂണിക്കും അതുപോലെ തന്നെ റയൻ ഗിഗ്സിനും ശേഷം. ശരിക്കും നമുക്ക് ട്രൂ ലെജൻഡ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു പേര്, അത് ബ്രൂണോ ഫെർണാണ്ടസ്. ഫെർഗ്യൂസൺ ഇറായ്ക്ക് ശേഷം ഉള്ള നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സൈനിങ്. ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ടീം ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്തേലും നമ്മുടെ ടീമിലൊരു വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഗെയിമിലോട്ട് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ആകെയുള്ള ഒരു പ്രതീക്ഷ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഗോളിൻ്റെ സമയത്തും കോർണർ വഴി കസമീറോയെ ബ്രൂണോ അസിസ്റ്റ് ചെയ്യുന്നു. അതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ അവർ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു. 1-1 അവർ ഗോൾ അടിച്ച് കഴിഞ്ഞ സമയത്തെ നമ്മുടെ ഗെയിം നോക്കിയാൽ അവർ ഭയങ്കര അഗ്രസീവ് ആകുന്നുണ്ട്. ആ ഒരു 1-1 റോസ് ബാർക്ലി സ്കോർ ചെയ്ത് സ്കോർ 1-1 ആയി കഴിഞ്ഞപ്പോൾ ഉള്ള ആസ്റ്റൺ വില്ല പ്ലെയേഴ്സിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അഗ്രഷൻ, ഭയങ്കര അഗ്രസീവായി മാറി അവർ. അഗ്രഷൻ്റെ സമയത്ത് നമുക്ക് ഗെയിമിൻ്റെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കൺട്രോൾ അവർ ഏറ്റെടുത്ത് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ രീതിയിൽ അഗ്രസീവായിട്ട് ഒന്നിനു പുറകെ ഒന്ന് അറ്റാക്ക് അവർ അഴിച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ബ്രൂണോ ഫെർണാണ്ടസ് ഭയങ്കര കാഷ്വലായിട്ടൊരു അസിസ്റ്റ് കുണിയയ്ക്ക് കൊണ്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഗെയിമിൽ ആ ഒരു തിരിച്ചു വരാനുള്ള മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ വിചാരിക്കണം. ഈ 2 അസിസ്റ്റിന് ശേഷം ശരിക്കും 3ാമത് ഒരു അസിസ്റ്റും കൂടെ സെസ്കോയ്ക്ക് വേണമെങ്കിൽ സെസ്കോയ്ക്ക് പോയി ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. ട്രാൻസിഷനിൽ ബ്രൂണോ ഒരു ചാൻസ്, സെസ്കോയുടെ റണ്ണിനെ ഫൈൻഡ് ചെയ്ത് ഒരു ബോൾ കൊടുക്കുന്നുണ്ട്. സെസ്കോ അത് കളഞ്ഞു കുളിച്ച് അമാദിന് പാസ് കൊടുത്ത് അത് ചീറ്റിച്ച് കളഞ്ഞു ആ ഒരു ചാൻസ്. ആ ഒരു സമയത്തെ ബ്രൂണോയുടെ എക്സ്പ്രഷനൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മൾ യുണൈറ്റഡ് ഫാൻസിനെ പോലെ തന്നെ ബ്രൂണോയും ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പം ബ്രൂണോയുടെ മനസ്സിലും എന്താണേലും, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ബ്രൂണോയുടെ മനസ്സിലും ആ ഒരു റെക്കോർഡ് എന്താണേലും ഉണ്ട്. ആ മനുഷ്യൻ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അത് ഈ സീസണിൽ തകർക്കാൻ പറ്റണം, അല്ലെങ്കിൽ പറ്റണേ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ പ്രാർത്ഥന. നമ്മുടെ 3ാമത്തെ ഗോള് ശ്രദ്ധിച്ചാൽ ആ ഒരു ബോക്സിനുള്ളിലെ കെയോസ്, ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ സെസ്കോ സ്കോർ ചെയ്ത ഗോൾ. അപ്പോൾ ആ സെസ്കോയുടെ ആ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു സ്ട്രൈക്കറിൻ്റെ ആ ഒരു ഗോൾ സ്കോറിങ് നാക്ക്, ഗോൾ പോച്ചിങ് നാക്ക്, അല്ലെങ്കിൽ ഗോൾ സ്കോറിങ് എബിലിറ്റി, അത് ശരിക്കും ഹോയ്ലൻഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സെസ്കോ ഒരു അപ്ഗ്രേഡായി മാറുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു എക്സാമ്പിളാണ് ഇന്നും പുള്ളി സ്കോർ ചെയ്ത ഗോൾ. അത് മാത്രമല്ല, കഴിഞ്ഞ പല മാച്ചസിലും പുള്ളിക്ക് ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത തരം ഗോളുകൾ, അല്ലെങ്കിൽ ആ സ്ട്രൈക്കേഴ്സിന് മാത്രമുള്ള ഒരു എക്സ്ട്രാ എന്നാ പറയുന്നത്, ആ ഒരു വിഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാ ആ ഒരു പോച്ചിങ് എബിലിറ്റി അത് സെസ്കോയ്ക്കുണ്ട്. അത് നമ്മൾ മിസ്സ് ചെയ്തായിരുന്നു ഹോയ്ലൻഡിൻ്റെ സമയത്ത്.
അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നമ്മളെല്ലാവരും നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് പറയുന്നത് സെസ്കോ എന്തുകൊണ്ടും ഹോയിലൻഡിനെക്കാളും ഒരു അപ്ഗ്രേഡ് ആണെന്നുള്ളത്. ഇപ്പം ലാസ്റ്റ് 10 മത്സരങ്ങളിൽ ഇപ്പം 8 ഗോളുകൾ സെസ്കോ സ്കോർ ചെയ്ത് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തിട്ടുമുണ്ട് സെസ്കോ. അപ്പം ഓവറോൾ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേയുടെ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കൂടുതലും ക്രോസസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്. അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് നമ്മൾ വിങ്ങിനെ കുറേ കൂടെ യൂസ് ചെയ്യുന്നു. വിങ് വഴി ഷോ ആണേലും കുണിയാണേലും അമാദാണേലും ഡലോ ആണേലും ഇവരൊക്കെ ക്രോസുകൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ക്രോസിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലെയർ അല്ലെങ്കിൽ സെസ്കോ പോണക്കത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമ്മുടെ ബോക്സിനകത്തില്ല. എംബിമോ അല്ലെങ്കിൽ അമാദിനെ ഒന്നും അവിടെ ബോക്സിനകത്ത് വെച്ചോണ്ട്, അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ ഒന്നും ബോക്സിനകത്ത് ഇട്ടുകൊണ്ട് അങ്ങനത്തെ ക്രോസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ക്രോസസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡലോയ്ക്ക് കിട്ടിയ ചാൻസ് ആയാലും അമാദിന് കിട്ടിയ ഹെഡർ ചാൻസൊക്കെ ആണെങ്കിലും അവരുടെ ഗോൾ കീപ്പർ സേവ് ചെയ്ത ചാൻസൊക്കെ നോക്കിയാലും നമുക്ക് ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോക്സിനുള്ളിൽ നമുക്ക് ആ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് പോണക്കത്തെ സെസ്കോയെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ മിസ് ചെയ്തിട്ടുണ്ട്. എംബിമോയെ ത്രൂ ദ മിഡിൽ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫോൾസ് 9 എന്നുള്ള രീതിയിൽ കളിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എംബിമോ എഫക്റ്റീവ് ആകുന്നില്ല. കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നോക്കിയാൽ എംബിമോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു ടൈറ്റർ സ്പേസസിൽ ടീമുകൾ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്ത് സ്പേസസ് കൊടുക്കാത്ത സമയങ്ങളിലൊക്കെ എംബിമോ ആ ഒരു സ്ട്രൈക്കറായിട്ട് പരീക്ഷിക്കുമ്പോഴത്തേനും പുള്ളി ഭയങ്കര ഫ്ലോപ്പായി മാറുന്നുണ്ട്. എംബിമോയുടെ കാര്യത്തിൽ ക്യാരിക്ക് കുറേ കൂടെ പ്രൊആക്റ്റീവ് ആണ്. എംബിമോ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. സ്ട്രൈക്കറായിട്ട് ആണ് എംബിമോ യൂസ് ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിങ്ങിൽ അമാദ് വരുമ്പോഴത്തേനും അറ്റാക്കിംഗ് വൈസ് മാത്രമല്ല ഡിഫെൻസീവ്ലിയും നമ്മുടെ ഫുൾ ബാക്കിന് എപ്പോഴും ഒരു കവർ കൊടുക്കാൻ അമാദ് ശ്രദ്ധിക്കാറുണ്ട്. അത് എന്തുകൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്റ്റൈൽ ഓഫ് പ്ലേയുടെ കാര്യത്തിലൊക്കെ ക്യാരിക്ക് കുറേ കൂടെ ശ്രദ്ധ കൊണ്ടുവരണം. നമ്മുടെ പ്ലെയേഴ്സ് കൊടുക്കേണ്ട ഒരു എഫേർട്ട്, ഇൻറ്റൻസിറ്റി, അതൊക്കെ ഫസ്റ്റ് ഹാഫിലും നമ്മൾ ഗോൾ സ്കോർ ചെയ്ത് അല്ലെങ്കിൽ അവർ റിട്ടേൺ ആ ഒരു ഗോൾ അടിച്ച സമയത്താണ് നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം വന്നു. നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ കുറേ കൂടെ ഒരു മൊമെൻറ്റം ബേസ്ഡ് ടീം, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പ്ലെയേഴ്സിന് ഒരു ഉണർവ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു മൊമെൻറ്റത്തിനനുസരിച്ച് കളിക്കുന്ന ഒരു ടീമായി മാറിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറേ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. ഇത്രയും ദിവസത്തെ ഗ്യാപ്പിനൊക്കെ ശേഷമല്ലേ നമ്മൾ മത്സരം കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്നാ പറയുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷീണത്തിൽ കളിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ 100 അല്ല 200% പിച്ചിൽ കാണിച്ച് അഗ്രസീവായിട്ട് തന്നെ കളിക്കേണ്ട മാച്ചായിരുന്നു ഇന്നത്തേത് മാത്രമല്ല കഴിഞ്ഞ കുറേ മത്സരങ്ങൾ. അപ്പം അത്രയ്ക്ക് അങ്ങനത്തെ എന്നാ പറയുന്നത് ഒരു തളർന്ന രീതിയിൽ കളിക്കേണ്ട യാതൊരു കാര്യം യുണൈറ്റഡിനില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മൊമെൻറ്റം പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുന്നൊരു അപ്ലിഫ്റ്റ് ഉണ്ടല്ലോ, മാച്ചിൻ്റെ ഇടയിൽ കിട്ടുന്നൊരു അപ്ലിഫ്റ്റ്, ആ സമയത്താണ് നമ്മൾ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും കാണിക്കുന്നത് കുറച്ച് നേരത്തേന്. അപ്പം അങ്ങനത്തെ അപ്ലിഫ്റ്റ് തരുന്ന മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ആകുന്ന തരം മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു മത്സരത്തിൽ മര്യാദയ്ക്ക് കളിക്കാൻ പുള്ളിക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അധോഗതി. എന്താണേലും പോസിറ്റീവ്സ് ആണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. ക്യാരിക്കിനെ കോച്ചാക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാനൊരു ഫൈനൽ തീരുമാനം ഞാൻ പറയുന്നത് ഇതുവരെയായിട്ടും ഈ ഒരു സമയം വരെയും ക്യാരിക്ക് വേണ്ട എന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയത്തില്ല. യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് മൈക്കിൾ ക്യാരിക്കിൻ്റെ റെക്കോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഹോം ഗെയിംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ 6 മത്സരങ്ങളും പുള്ളി ജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആദ്യത്തെ 6 മത്സരങ്ങൾ ജയിക്കുന്ന യുണൈറ്റഡിൻ്റെ ഹിസ്റ്ററിയിലെ 4ാമത്തെ മാനേജറാണ് മൈക്കിൾ ക്യാരിക്ക്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വൈസ് മൈക്കിൾ ക്യാരിക്കിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, ഈ രീതിയിലുള്ള ഫുട്ബോൾ ഭാവിയിലേക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഈ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ എന്തായി തീരും നമ്മുടെ ഗതി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പക്ഷേ റിസൾട്ട് നേടിത്തരാൻ മൈക്കിൾ ക്യാരിക്കിന് ഒരു സൈഡിൽ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ജയത്തോടെ നമ്മളിപ്പം കൺവിൻസിംഗ്ലി നമ്മൾ 3ാം സ്ഥാനത്ത് എത്തി നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ തൊട്ട് പുറകെ ഉണ്ടായിരുന്ന ആസ്റ്റൺ വില്ലയെ നമ്മൾ തോപ്പിച്ചു. അങ്ങനെ ആസ്റ്റൺ വില്ലയും നമ്മളും തമ്മിൽ അങ്ങനെ ആ ഒരു 3 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. ആസ്റ്റൺ വില്ലയ്ക്ക് 51 പോയിൻറ്റ്, നമുക്ക്
54 പോയിൻ്റ്. അതുപോലെ തന്നെ ആർസണലിലേക്ക് തൊട്ട് പുറകെയുള്ള ചെൽസിയും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. അതും നമുക്ക് ഭയങ്കര സഹായകരമായി മാറി. അതിന് തൊട്ട് പുറകെയുള്ള, അതായത് ചെൽസിയുമായിട്ട് ഒരേ പോയിൻറ്റ്സിൽ നിൽക്കുന്ന ലിവർപൂൾ ഇന്ന് ടോട്ടൻഹാമിനെ തോൽപ്പിക്കുകയോ മലർത്തിയടിക്കുകയോ ക്രോശിക്കുകയോ വലിച്ചു കീറുകയോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഏതായാലും നമുക്ക് ഒപ്പം എത്താൻ പോകുന്നില്ല. സമാധാനമായി നമ്മൾ 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം ഭിന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല